പത്തനംതിട്ടയിലെ ആറന്മുള മണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിയെ മത്സരിപ്പിക്കാൻ സാധ്യത. റാന്നി സീറ്റിലും അബിൻ്റെ പേര് ചർച്ചയിലുണ്ട്. റാന്നിയിൽ മത്സരിക്കാൻ KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധുവും താല്പര്യം പ്രകടിപ്പിച്ചെന്നാണ് വിവരം. PJ കുര്യൻ മത്സരരംഗത്തേക്ക് വരണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷിജോ കുര്യൻ ലേറ്റസ്റ്റ് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. പറയൂ ഷിജോ. SKN സാമുദായിക സമവാക്യങ്ങൾ അങ്ങേയറ്റം നല്ല രീതിയിൽ പാലിച്ച് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർത്തേണ്ട ഒരു ജില്ലയാണ് പത്തനംതിട്ട. അപ്പോൾ അവിടെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന കോൺഗ്രസിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പേരുകൾ എന്ന് പറയുന്നത് ആറന്മുള നിയോജക മണ്ഡലത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള അബിൻ വർക്കിയുടെ പേര് ആറന്മുള നിയോജക മണ്ഡലത്തിലേക്ക് വളരെ സജീവമായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആറന്മുളയിലേക്ക് മാത്രമല്ല റാന്നിയിലേക്കും അബിൻ്റെ പേരിന് വലിയ തരത്തിലുള്ള സാധ്യതയുണ്ട്. അബിൻ റാന്നിയിലല്ല എങ്കിൽ അവിടെ പഴകുളം മധുവിൻ്റെ പേര് കൂടി റാന്നിയിലേക്ക് ഉയർന്നു കേൾക്കുന്നു. അങ്ങനെ പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും വലിയ തരത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു മണ്ഡലം എന്ന് പറയുന്നത് ആറന്മുളയാണ്. അവിടെ അബിൻ വർക്കിയുടെ പേരാണെങ്കിൽ റാന്നിയിൽ ഈ പറയുന്ന പഴകുളം മധുവിൻ്റെ പേരിന് ഒരു സാധ്യതയുണ്ട്. അദ്ദേഹവും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം കോന്നിയിലാണ്. കോന്നിയിൽ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. അതല്ല എങ്കിൽ അടൂർ പ്രകാശിന്റെ പേരിനും വലിയ ഒരു തരത്തിലുള്ള പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. MP മത്സരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അടൂർ പ്രകാശ് ആയിരിക്കും കോന്നിയിൽ UDFന്റെ സ്ഥാനാർത്ഥി. അതല്ല എങ്കിൽ സതീഷ് കൊച്ചുപറമ്പിൽ അവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചേക്കും. തിരുവല്ലയിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് UDFന് വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ്. അവിടെ കേരള കോൺഗ്രസിന് തന്നെ മത്സരിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ വർഗീസ് മാമൻ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് കേരള കോൺഗ്രസിന് വേണ്ടി ജനവിധി തേടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന PJ കുര്യന്റെ പേരടക്കം അവിടേക്ക് തിരുവല്ലയിലേക്ക് ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകൾ മുന്നണിയിൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സജീവമായിട്ട് ഉയർന്നു കേൾക്കുന്നത് അബിൻ വർക്കിയുടെ പേര് ആറന്മുളയിലേക്കാണ്. SKN. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.